നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നു. അതിനുശേഷം മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് അവിടെ അതിന് നല്ല റെസിസ്റ്റൻസ് കിട്ടി. അത് ആ ഓർഡർ ബ്ലോക്കിന് താഴെ തന്നെ ഇന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ശേഷം കാര്യമായ മൂവ് ഒരു സൈഡിലേക്കും നിഫ്റ്റി കാണിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് BPCLലാണ്. നമുക്കിവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ക്യാൻഡിലിൽ നല്ലൊരു മൂവാണ് അത് മുകളിലേക്ക് തന്നത്. ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്നാണ് അതും സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാം, ഇത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ക്യാൻഡിലിൽ തന്നെ സെല്ല് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മാർക്കറ്റ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സെൽ ഓർഡർ ഇവിടെ കിടപ്പുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ ഒരു ബൈ ഓർഡറും ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, നമ്മൾ ഫസ്റ്റ് സെൽ ഓർഡർ ട്രിഗറായി. താഴത്തെ ബൈ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ ബൈ ഡിഫോൾട്ട് അത് 0.5% ആണ്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. ആ ക്യാൻഡിൽ തന്നെ മുകളിൽ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തു. അതായത് ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ എൻട്രിയും കിട്ടി, നമുക്ക് സ്റ്റോപ്പ് ലോസും കിട്ടി. 152 രൂപ നമുക്കിന്ന് ലോസ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിന്ന് കാണാം, നമ്മുടെ ജഡ്ജ്മെൻറ്റ് അത്രയ്ക്കങ്ങ് മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ക്യാൻഡിൽ നല്ല വോളിയം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ക്യാൻഡിലും അതുപോലെ തന്നെ ഹയർ വോളിയം കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ആ ഒരു പുഷിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി വെച്ച ഓർഡർ ബ്ലോക്കിനും അപ്പുറത്തേക്ക് മാർക്കറ്റ് പോയി. പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പിന്നെ ഇന്ന് മുകളിലേക്കൊരു മൂവ് നടത്തിയിട്ടില്ല. സോ ദാറ്റ് ഇന്ന് ഫസ്റ്റ് 5 മിനിറ്റിൽ തന്നെ നമ്മളുടെ എൻട്രിയും എക്സിറ്റും എല്ലാം കഴിഞ്ഞു. എനിവേ, സാധാരണഗതിയിൽ ആദ്യത്തെ 5 മിനിറ്റിൽ നമുക്ക് എൻട്രിയും കിട്ടി, സ്റ്റോപ്പ് ലോസ് മേടിച്ചു. അപ്പോൾ നമ്മുടെ ട്രേഡിൽ നിന്ന് നമ്മൾ ഔട്ടായി ഫസ്റ്റ് 5 മിനിറ്റിൽ. ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മാനസികമായിട്ട് പലപ്പോഴും അംഗീകരിക്കില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇന്നലെ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റിംഗ് വന്ന് കാലത്തെ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് പോയാൽ അതെങ്ങനെ ശരിയാകുന്നത് എന്നൊരു മനോഭാവമായിരുന്നു പണ്ട് നമുക്കുണ്ടായിരുന്നത്. ആ മനോഭാവം ഉള്ള കാലത്തോളം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത ട്രേഡിലേക്ക് കടക്കും. നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, ഇല്ലെങ്കിൽ അതിന് ശേഷം 5-6 ട്രേഡ് എടുക്കാനുള്ള സമയമൊക്കെ ഇന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് പിന്നീട് വേണമെങ്കിലും ട്രേഡ് എടുക്കാം. പക്ഷേ ഈ കഴിഞ്ഞ 197 ദിവസങ്ങൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 200ഓളം ദിവസങ്ങളായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലായി. നമ്പർ ഓഫ് ട്രേഡ് എടുക്കുന്നതിലല്ല വിജയം ഇരിക്കുന്നത്, ഏറ്റവും കുറവ് ട്രേഡ് എടുക്കുന്നതിലാണ് വിജയം ഇരിക്കുന്നതെന്ന് മാത്തമാറ്റിക്കലി നമ്മൾ നമ്മുടെ റെക്കോർഡ്സിൽ നിന്ന്, ഡാറ്റയിൽ നിന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്താ, ഇനി ഒരു ദിവസം ഒരു ട്രേഡ് എടുത്താൽ മതി. അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, എൻട്രി എടുത്ത ആ ഫസ്റ്റ് 1 മിനിറ്റിൽ തന്നെ ലോസ് അടിച്ചോട്ടെ. എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നമ്മളിവിടെ അടുത്ത ട്രേഡോ അതിൻ്റെ അടുത്ത ട്രേഡോ എന്ന് എടുത്ത് പോകേണ്ട കാര്യമില്ല. കാരണം അതിലൊന്നുമല്ല കഥയിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ മാർക്കറ്റിന് കൂടുതൽ ലോസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. നമുക്കിവിടെ കാണാം, നമ്മൾ 152 രൂപ എന്ന് പറയുന്ന നമ്മുടെ 1 പോർഷൻ ലോസാണ്, 0.5% ആണ്. അത് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നതാണ്. അതിൽ കൂടുതൽ കൊടുത്തു എങ്കിൽ അതാണ് നമ്മുടെ കഴിവുകേട്. ഇനി കൂടുതൽ നേടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ കഴിവാകുന്നില്ല. ഒരേ ഒരു കാരണമാണ് അതിനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് അത്രമാത്രം മൂവ് ചെയ്തിട്ടുണ്ടാവണം. മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാനുള്ള ശേഷി നമുക്കില്ലാത്തിടത്തോളം കാലം അതെൻ്റെ കഴിവ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് ഒരു റൈറ്റുമില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൽ നമുക്ക് എൻട്രി കിട്ടുന്നു. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് 2 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ വേഗത്തിൽ വന്നു. പക്ഷേ അവിടെ അത് മാത്രമേ കൊടുത്തുള്ളൂ, രണ്ടാമതൊരു ട്രേഡിലേക്ക് പോയില്ല, വീണ്ടും നഷ്ടം കൂടുതൽ കൊടുത്തില്ല എന്നതൊക്കെയാണ് ഇവിടുത്തെ നമ്മളുടെ ഏറ്റവും വലിയ കഴിവ്. അല്ലെങ്കിൽ നമുക്ക് കൺട്രോളുള്ള ഒരേ ഒരു കാര്യം അതാണ്. അത് നമ്മൾ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇന്ന് നമ്മളത് വിജയകരമായി പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ട്രേഡ് എടുത്തില്ല, ഒരു പോർഷൻ മാത്രമേ ലോസ് കൊടുത്തിട്ടുള്ളൂ.
ഇനി മറ്റുള്ള സ്റ്റോക്കുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമായിരുന്നു റിസൾട്ട്? നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. കാരണം ഈ ഒരു സ്ട്രാറ്റജിയായി ഇനിയുള്ള കാലം മുഴുവൻ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ONGC ഇതിനോട് തൊട്ട് ചേർന്നാണ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തൊട്ട് ചേർന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതിന് ശേഷം എൻട്രി എടുത്താൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്തായാലും എൻട്രി എടുക്കില്ല. ഒരു പക്ഷേ ഇവിടേക്ക് വന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു എങ്കിൽ നമ്മളിവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും എൻട്രി എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നു, താഴത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നു. ദെൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇന്നലെ നമ്മൾ പവർ ഗ്രിഡിൽ എടുത്ത പോലുള്ളൊരു എൻട്രി ഇവിടെ നിന്ന് താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് താഴത്തേക്കുള്ള ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡേ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരെണ്ണം പ്രോഫിറ്റ്. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. സോ ദാറ്റ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, അവിടെ മാർഗ്ഗമുള്ളൂ. ഇത് താഴത്തേക്ക് നല്ലപോലെ റിജക്റ്റ് ചെയ്തു. അതിന് ശേഷം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എൻട്രി എന്തായാലും എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി അവിടെ എടുത്തില്ലെങ്കിലും ഇവിടെ വരെ വന്നിട്ട് വീണ്ടും ഇവിടെ വരുമ്പോഴും നമുക്ക് താഴത്തേക്ക് തന്നെ എൻട്രി നമ്മൾ എടുക്കത്തുള്ളൂ. എനിവേ താഴത്തേക്കുള്ളൊരു സെൽ എൻട്രി മാത്രമേ അതിൽ നിന്നുള്ളൂ. അവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:3 റിസ്ക് റിവാർഡ് കിട്ടാനായിട്ടുള്ള മൂവ് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് രണ്ട് സ്റ്റോക്കിൽ ഇന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റിസ്ക് റിവാർഡും കിട്ടും. പവർ ഗ്രിഡ് ഇന്നലെ നമുക്ക് പ്രോഫിറ്റ് തന്നാണ്, അതുപോലെ തന്നെ ഒരു മൂവാണ് ഏകദേശം അത് ഇന്നും തന്നേക്കുന്നതെന്ന് പറയാം. ഇന്നലെ നമ്മൾ ഈ ലോയിൽ നിന്ന് മുകളിലേക്ക് 1:2 ആണ് എടുത്തത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു മൂവാണ് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ അതിനുള്ളിൽ തന്നെ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തു ഓർഡർ ബ്ലോക്കിനുള്ളിൽ. അടുത്ത ക്യാൻഡിൽ വെളിയിലേക്ക് റിജക്ഷൻ തന്നു. അതിന് ശേഷം വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു എൻട്രി എടുക്കാൻ. ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:4 റിസ്ക് റിവാർഡ് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈയിലേക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 1:6 അല്ലെങ്കിൽ 1:7 റിസ്ക് റിവാർഡ് അത് ഇന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ ഗ്രിഡിലും ഈ 3 സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇനി NTPC നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഇവിടുന്ന് വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിവേഴ്സൽ എൻട്രി എടുക്കും. ഇതിനകത്ത് പക്ഷേ നമുക്ക് റിസ്ക് റിവാർഡ് 1:2 കിട്ടത്തില്ല, മറിച്ച് ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടും. അപ്പോൾ ഇത് ഏത് സൈഡിലേക്ക് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. മുകളിലേക്കാണ് എൻട്രി എടുക്കുന്നതെങ്കിലും 1:2 കൊടുക്കുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ എന്തായാലും മുകളിലേക്ക് എൻട്രി എടുക്കില്ല. ഇതിൽ നമ്മൾ താഴത്തേക്ക് തന്നെ റിവേഴ്സൽ എൻട്രി എടുക്കുള്ളൂ. അതിൽ സ്റ്റോപ്പ് ലോസേ കിട്ടത്തുള്ളൂ. അപ്പോൾ 2 എണ്ണത്തിൽ നിന്ന് നമുക്ക് ലോസേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. 3 എണ്ണത്തിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു 50-50 ചാൻസ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ട് അത് തരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റിവേഴ്സൽ ട്രേഡിങ്ങുകൾ പൊതുവെ കൊടുക്കുന്ന 70-72% വിൻ റേഷ്യോയാണ്. അതേസമയം ട്രെൻഡിനൊപ്പം പോകുന്ന ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് കൊടുക്കുന്നത് മാക്സിമം 54% വിൻ റേഷ്യോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇന്നും നമുക്കിതിനകത്ത് നോക്കി കാണാൻ പറ്റുന്ന ഒരു 50% വിൻ റേഷ്യോ നമുക്ക് 50% എബോവ് വിൻ റേഷ്യോ നമുക്ക് ഈ 5 ട്രേഡുകൾ നോക്കുമ്പോൾ അതിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ദിവസം നമ്മൾ പ്രോഫിറ്റ് എടുത്തു, 3 ദിവസത്തിൽ 2 ദിവസം നമ്മളിപ്പോൾ ലോസ് എടുത്തിട്ടുണ്ട്. ലോസ് കൊടുത്തൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ട്രേഡ് വെച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ചെറിയൊരു ലോസിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ വിൻ റേഷ്യോ 33%. അപ്പോൾ നമ്മളിന്ന് ഒരു നോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ 197 ദിവസങ്ങളിൽ നമ്മൾ ജേണൽ എഴുതിയപ്പോൾ നമ്മൾ നോട്ട് എഴുതുന്നൊരു ശീലം ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഡയറി എഴുതുന്ന പോലെ അതും കൂടെ നമ്മൾ ഒന്ന് എഴുതി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ പറ്റുമെങ്കിൽ അതുണ്ടായിരുന്നോ എന്നതാണ് നമ്മളിവിടെ നോക്കിയത്. അത് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ഇത്രയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ 2 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാമായിരുന്നു എന്നതാണ്. മനസ്സിലാക്കിയിട്ട് നമ്മൾ തെറ്റ് ചെയ്ത 2 കാര്യങ്ങൾ. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡാണ് ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ സെൽ എൻട്രിക്ക് പോയി. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഗുരുതരമായ പ്രശ്നമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സൽ ട്രേഡ് എടുക്കുക, ട്രെൻഡ് ഏത് സൈഡിലേക്കാണെങ്കിലും ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നതിൽ തെറ്റില്ല. ഒരു 50% സാധ്യത നമുക്ക് ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 50 അല്ല 50%-ൽ കൂടുതൽ സാധ്യത നമുക്ക് കൽപ്പിക്കാം. രണ്ടാമത്
ഈ ഫസ്റ്റ് ക്യാൻഡിലുകളിൽ നമ്മൾ എൻട്രി എടുത്ത് ആ ക്യാൻഡിലിൽ തന്നെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ എക്സിറ്റായി പോകുന്ന സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു സംഭവം പതിവായിട്ട് ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ക്യാൻഡിലിൽ എൻട്രി എടുക്കുന്നില്ല എങ്കിൽ വിൻ ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലും, എന്നാൽ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കുമ്പോൾ കുറച്ച് സ്റ്റോപ്പ് ലോസുകൾ കൂടുതൽ ഹിറ്റ് ചെയ്യുന്നതായിട്ടൊരു തോന്നൽ നമുക്കുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതൊന്ന് നോക്കിയിട്ട് വേണ്ടുന്ന മാറ്റം നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട്. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ഈ ഒരു 200 ദിവസം നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ, അതായത് ഓവർ ട്രേഡിംഗ് ഇല്ലാതിരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഓവർ ട്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ടമാനം ട്രേഡ് ഇല്ല എന്നുള്ളതല്ല, ഒരു ട്രേഡിൽ കൂടുതൽ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരേ ഒരു ട്രേഡേ നമ്മൾ എടുക്കുന്നുണ്ടാകുള്ളൂ ഒരു ദിവസം. അങ്ങനെ 200 ദിവസം എന്ന് വെച്ചാൽ 200 ട്രേഡ്. അതിൽ നെറ്റ് റിസൾട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള ഈ ഒരു ട്രേഡിങ്ങിൽ ഒരാൾക്ക് സാധാരണഗതിയിൽ കിട്ടാവുന്ന യഥാർത്ഥ കണക്ക് അതായിരിക്കും. കാരണം ഇതിനകത്ത് വലിയ മിസ്റ്റേക്ക് വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇടുന്ന ഓർഡറുകളെല്ലാം തന്നെ ബ്രാക്കറ്റ് ഓർഡറാണ്. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്യുവാണെങ്കിൽ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ, മാർക്കറ്റ് ഓർഡർ ആയിക്കോട്ടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ എൻട്രി ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ബ്രാക്കറ്റ് ഓർഡറായിട്ട് നമ്മൾ അതിനുള്ളിൽ 0.5% സ്റ്റോപ്പ് ലോസും അതേപോലെ 1% ടാർഗറ്റും വെച്ചതിന് ശേഷം മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ഡിഫോൾട്ട് നമ്മളുടെ ഈ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റും വരാനുള്ള സാധ്യത പിന്നെ ഇല്ല. മറ്റെന്തെങ്കിലും സാങ്കേതിക ഇൻ്റർനെറ്റുമായിട്ടോ ഇല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കുഴപ്പം വരാനുള്ളൂ. അങ്ങനെ നോർമലി സംഭവിക്കേണ്ട കാര്യം ഇല്ല. സോ ദാറ്റ് ഈ ഒരു 200 ദിവസം കൃത്യമായൊരു കണക്ക് ഏതൊരാൾക്കും കിട്ടാനുള്ള ഏറ്റവും മികച്ച ഒരു ജേർണലിംഗ് ആയിരിക്കും നമ്മൾ നടത്തുന്നത്. സോ ദാറ്റ് ഈ ഒരു 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മളുടെ കൂടെ ഈ ജേണിയിൽ ഉള്ളവർക്കെല്ലാവർക്കും ട്രേഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അത്ഭുതവും നടക്കേണ്ടതില്ല. മറിച്ച് സിമ്പിൾ ഡിസിപ്ലിൻ കൊണ്ട്, സിമ്പിൾ റിസ്ക് റിവാർഡ് കൊണ്ട് ഒരേ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്നതിലൂടെ അത് സാധ്യമാണെങ്കിൽ സാധ്യമാണ്, അല്ലെങ്കിൽ അല്ല എന്നൊരു ഉത്തരം കൃത്യമായി, ഇത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് ഈ 200 ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടാകും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ വരച്ചേക്കുന്നതെല്ലാം ഒന്ന് നമ്മൾ മാറ്റിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഓർഡർ ബ്ലോക്കുകൾ വരച്ച് വയ്ക്കും. അതിനിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 5-10 മിനിറ്റ് സമയം നമുക്ക് വേണ്ടി വരുമായിരിക്കും. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നാളെ കാലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കുക. അത് നമ്മൾ ഈ പറയുന്ന പോലെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.